അത് കണ്ടോ? നാട്ടാരെ, നാടുവാഴിയുടെ ഉത്തരവിൻപടി വെൺമണിക്കോട്ടയിലെ പൊന്നിയെ അറിയിക്കും വിളംബരമെന്തെന്നാൽ ഇന്നലെ വരെ തനിക്ക് അവകാശപ്പെട്ട വെൺമണിക്കോട്ടയ്ക്ക് പെൺമണിക്കോട്ട എന്ന് പേര് മാറ്റിയിരിക്കുന്നു. ഇന്നു മുതൽ ഏതെങ്കിലും ഒരു അന്തരി കോട്ടവാതിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നാൽ കഴുത്തരിഞ്ഞു കളയുമെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അകത്തേക്ക് പോകാൻ പറ്റുകയെന്നല്ലേ പറഞ്ഞത്? അയ്യോ, എന്നെ അകത്തേക്ക് വിട്ട എന്റെ നേർഭങ്ങളൊന്നും പറയില്ല. ചെന്ന ചൊല്ലി അമ്പുവാങ്ങള നേർഭങ്ങളെ കാണാൻ കോട്ടവാതുകളിൽ കാത്തു നിൽക്കുമെന്ന്. ഇവിടെ ആങ്ങളായാലും അച്ഛനായാലും അന്യവരായാലും എല്ലാം സമമാണ്. ആന്തല ആരായാലും ശരി, ഈ അതിർത്തി കടന്നാൽ ആ ബലിക്കല്ലേൽ തല വെച്ച് വെട്ടി കൊന്നോളെ. എന്റെ അമ്മമാരെ, ഇത് കണ്ടോ? ഞാൻ എത്ര പാട് കഴിച്ചാണ് ഇത് പറിച്ചോണ്ട് വന്നത്. എന്റെ പെങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവാണിത്. നീ ഇവിടെ നില്ലേ, ഞാൻ ചെന്ന് ചോദിക്കട്ടെ. ആങ്ങളെയല്ലേ, വല്ല അലിവും തോന്നിയാ നിന്റെ ഭാഗ്യം. പൊന്നാങ്ങളേന്റെ ആ മുഖവും ആ സങ്കടത്തിനുള്ള വർത്തമാനം കേട്ടപ്പോൾ ഇവിടെ വന്നൊന്ന് ചോദിക്കാമെന്ന് കരുതി. എന്റെ അമ്പൂര മനസ്സ് നീറുന്നത് എനിക്കറിയാം. അതിനേക്കാൾ ഉരുകുന്നത് എന്റെ ഉള്ളാണ്. പക്ഷേ വേണ്ട, ഒരാൾ തലയും എനിക്ക് കാണണ്ട. അവനെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു അവനകത്ത് വിട്ടാൽ ശിക്ഷ നിങ്ങൾക്കാണ്. എന്റെ പെങ്ങളെ ഉടനെ കൊണ്ടുപോയെല്ലാം പറഞ്ഞ ഇല്ല. ഇല്ലേ, എന്റെ പെങ്ങളെന്നെ കാണണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ഇപ്പോ എന്റെ പെങ്ങളുടെ കയ്യിൽ ഒന്ന് കൊടുത്തേക്കൂ. ഞാൻ എന്റെ പെങ്ങളെ ദൂരെ നിന്നൊന്ന് കണ്ടോളാം. ഒന്ന് അനുവദിക്കില്ല. ഈ ചെറുക്കൻ ഞങ്ങളുടെ തല കൊയ്യിട്ടത് അടങ്ങില്ല. പോയി. അയ്യോ, എന്റെ അമ്മമാര് എന്നെ കൊല്ലല്ലേ. വേഗല കണ്ട നമ്മുടെ കെട്ടോടുമാർ തന്നെ കുന്തവും പിടിച്ച് നടക്കുന്നത്. എന്റെ ഭാര്യ കാമാക്ഷി അവിടെ നിക്കണല്ല, നടക്കുന്നു. നീ നോക്കിക്കോ കാമാക്ഷി, നമ്മുടെ എല്ലാം കെട്ടിയവന്മാര് ഈ കോട്ടയുടെ മുന്നിൽ കടന്ന് കരഞ്ഞില്ലെങ്കിൽ ബല വരില്ല. പിന്നെ ഇത്രയും നാളും പോട്ടെന്ന് കരുതി. പിന്നെ ഭർത്താവല്ല, ഏത് പുരുഷനായാലും ഈ അതിർത്തി കടന്നു വന്നാൽ തല അരിഞ്ഞു കളയാനാ പൊന്നിയെ മെളകൽപ്പന. അയ്യേ, നാണമില്ലാതെ പോകുന്നു. 2 ദിവസം പെണ്ണുങ്ങളില്ലാണ്ടായപ്പം കരച്ചിലായി ഓട്ടമായി. പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ അതിർത്തിക്ക് ഇപ്പുറം കടന്നാൽ തല അരിഞ്ഞു കൽപ്പന. അറിയാമോ, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ മോങ്ങണ. നിങ്ങൾ വലിയ സുൽത്താനാണല്ലോ. എല്ല് 5-6 പെണ്ണുങ്ങളെ കൂടെ കെട്ടിക്കൊണ്ട് വരി. എന്റെ പൊന്നാര ദിവാത്തു, നീ നമ്മുടെ കൽബാണ്. നമ്മളെ കട്ടിലിരുത്തി വാഴിക്കാം. അറിയാതെ പോയ പല പൊറിക്ക് ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. കല്യാണവും കുഞ്ഞിന് ചോറൂട്ടുന്നത് വരെ
ഞങ്ങൾ സ്വപ്നം കണ്ടവരാണ്. ഇതുപോലുള്ള വഞ്ചകന്മാരെ നശിപ്പിച്ചിട്ടേ നമുക്ക് മരിക്കാവൂ കുട്ടിയമ്മേ. പൊന്നിയമ്മേ, പൊന്നിയമ്മയ്ക്ക് കൂട്ട് ഞാനുണ്ട്. മോളെ, എന്റെ മോളെ, എന്റെ പൊന്നുമോളെ, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇന്നോളം കേട്ട് കേൾവിയില്ലാത്ത ഈ വീരത്വം കാണിച്ച് നീ എങ്ങനെ ജീവിക്കാൻ പോന്നു? എവിടെ എന്റെ പൊന്നുമോനെ അമ്പു? അമ്മ ക്ഷമിക്കണം. ഈ കോട്ടയിൽ ഇനി ഒരു പുരുഷന്റെയും കാൽപ്പാട് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാവിലമ്മ കാത്ത് അമ്പുവിനെ കാവൽക്കാരികളുടെ വാളിനിരയാകാതെ ആരോ തട്ടിക്കൊണ്ടുപോയി. നിനക്ക് ഭ്രാന്താണോ? അതെ, മനസ്സ് മരുവിച്ചപ്പോൾ എനിക്ക് ഭ്രാന്തിളകി. അമ്മ ഇരിക്കും. ഇല്ലടി, അച്ഛനെ കോട്ടയ്ക്ക് പുറത്ത് നിർത്തിയിട്ട് നിന്റെ ഈ പോരും പടയും കണ്ടു നിൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ കാവിലമ്മേ, എന്റെ പൊന്നുമോനെ ഞാൻ ഇനി എവിടെ ചെന്ന് തേടും? പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഈ കുന്തം അകത്താമോ? എന്തിനാ? പൊന്നിയമ്മോട് പറയാനുള്ള കാര്യം ഇവരോട് പറയാനുള്ളൂ. ഷേടാ, ഇതെന്താ ആനയും പേടിക്കണം, ആന പിണ്ടത്തെയും പേടിക്കണോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ പൊന്നിയമ്മയ്ക്ക് തുണയ്ക്കായിട്ട് വന്നവരാണ്. ഒന്ന് മുഖം കാണിക്കണം. വരൂ. കുട്ടിയമ്മേ, കടത്ത നാട്ടിലെ ആണുങ്ങൾ ചിലപ്പം പടയ്ക്ക് പുറപ്പെട്ടേക്കാം. അതെ പൊന്നിയമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. വരട്ടെ, ശക്തി ആർക്കാണെന്ന് നോക്കാം. പെൺമണിക്കോട്ടയിലെ വീരാംഗനയായ പൊന്നിയമ്മയെയും കുട്ടിയമ്മയെയും മുഖം കാണിക്കാനായിട്ട് പുലിയനാർ നാട്ടിൽ നിന്നും വരികയാണ്. എടുത്തു. വന്നത് പെൺമണിക്കോട്ടയ്ക്ക് ചോര കൊടുത്ത് വളർത്താനോ അതോ കണ്ണീര് ചൊരിഞ്ഞ് താർത്താനോ? ഉള്ളത് പറയണമല്ലോ. പേരും പുറപ്പും നടത്തി, മുളയൂട്ടും താരാട്ടും നടത്തി, ആണുങ്ങളുടെ ആട്ടും തുപ്പും കെട്ടും മതിയായി തമ്പുരാട്ടി. കൊള്ളാം, ഉശിരുള്ള പെണ്ണ്. പൊന്നു തമ്പുരാട്ടി, അടിയന്റെ മക്കളാണ് ഈ രണ്ട് പെൺകിടാങ്ങളും. ഇവിടെ അടിയറ വയ്ക്കാൻ അടിയൻ കൂട്ടിക്കൊണ്ടുവന്നാണ്. ഇവളുടെ പേര് കണ്ണച്ചി, ഇവളുടെ പേര് അമ്പിച്ചി, അടിയന്റെ പേര് തങ്കച്ചി. പൊന്നു തമ്പുരാട്ടി, ഈ മുഖത്തോട്ടൊന്നും നോക്കണം. അടിയന്റെ തനി സ്വരൂപമല്ലേ. അഴകും ആവേശവുമുള്ള പെണ്ണുങ്ങൾ. പക്ഷെങ്കിൽ ഈ കോട്ടയിലെ മുറതെറ്റി നടന്നാലോ, ഏതെങ്കിലും ഒരു പുരുഷനെ പറ്റി മനസ്സാൽ വിചാരിച്ചാലോ വാളിനിരയാകും. ഒരു പുരുഷനെയും മനസ്സാവാത ഞാൻ ഓർക്കില്ല. ഇത് സത്യം. എന്റെ പ്രായത്തിന് ഇനി ഓർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. മക്കളെ പറഞ്ഞത് കേട്ടില്ല? സത്യം, സത്യം, സത്യം. ആരെവിടെ? വിളിച്ചോണ്ട് പോകും. പുറം നാട്ടിലുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരണുണ്ട് പൊന്നിയമ്മേ. അത് ആ കാണുന്നതാണ് നമ്മുടെ ആയുധപുരം. അതിനപ്പുറം കൂട്ടുപുരം. അയ്യോ, കൂട്ടുപുരയെന്ന് കേട്ട മുൻപിനകത്തോട്ട് കയറും. 10 പെറ്റ വയറല്ലേ. ഇവിടെ എന്താ പറ? അയ്യോ, അതിനകത്തൊരു പെണ്ണ് കിടക്കുന്നല്ലോ. അവളാണ് മതിരാക്ഷി. ഇവൾ മനസ്സുകൊണ്ട് ഒരു പുരുഷനെ പ്രേമിച്ചു. അയ്യോടെ പെണ്ണ് മനസ്സുകൊണ്ട് പുരുഷനെ പ്രേമിച്ചാൽ മറ്റുള്ളവർ എങ്ങനെ അറിയും? അതെ, പെണ്ണുറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ അയ്യോ, എന്റെ വർഷത്തിൽ വിളിച്ചു പറയല്ലേ, അവര് തല കൊയ്യും. ഇനി എല്ലാവരും കണ്ണടക്കി നടക്കി. നമ്മൾ എന്തിനാണ് ഈ കണ്ണടച്ചിട്ട് നടക്കുന്നത്? ആ തടവറയിൽ കിടക്കുന്ന മനുഷ്യനെ സ്ത്രീകൾ ആരും കണ്ടുകൂടാ. പൊന്നിയമ്മയ്ക്ക് പുടവ കൊടുത്തിട്ട് ഗുരുവെന്ന് ചൊല്ലി പിന്തിരിഞ്ഞ ദ്രോഹി ദുർഗാവാസൻ. അയ്യോ, ഇനി ഇവിടെ നിന്നാലേ പൊന്നിയമ്മ തലയെടുത്ത് കളയും. നടക്കും നടക്കും. ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. കണ്ണപ്പനുണ്ണി, അവന്റെ മുഖത്തെ ആ വലിയ മീശ ഒഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരുപോലെ ഇരിക്കും. ഇതിന്റെ പുറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട്.
അവരുടെ അച്ഛനമ്മമാരെ പറ്റി നമുക്കൊന്ന് അറിയണം. ശരിയാ. സൂക്ഷിച്ചു വേണം പയറ്റുന്നത്. നമ്മുടെ കള്ളി വെളിച്ച തയ്യാറായി, പച്ചുകെട്ടുകളൊക്കെ ഇളകി തുടങ്ങി. അവര് വരുന്നു. നിങ്ങളെല്ലാം കളരിയിൽ അംഗം പിടിച്ചതാണോ? കൊള്ളാം. എന്റെ അച്ഛൻ 100 കളരിയിൽ ആശാനായിരുന്നു. ഇവളുടെ അച്ഛന്റെ ചുരിക തടുക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കൊള്ളാം, നല്ല ഉശിരുള്ള പെണ്ണുങ്ങൾ. ആ, ഇന്നത്തേക്ക് ഇത് മതി. എല്ലാരും കുളിക്കാൻ പോകുന്നു. സൗന്ദര്യമുള്ള എത്രയോ പെൺകിടാങ്ങൾ എന്റെ കൺമുമ്പിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. പക്ഷേ പൊന്നിയമ്മ എന്റെ കരളിൽ കുളിര് കൂടിയിരുന്നു. അപ്പം പുറപ്പെടുന്നു കുഞ്ഞിദേവി. അതിപ്പോ എന്ന് ഓർമ്മിപ്പിക്കാതെ തങ്കക്കുടം പൊന്നിയമ്മയുമായിട്ട് അന്തി ഉറങ്ങണമായിരിക്കും ഇല്ലേ? അതെ, അതിനുവേണ്ടി എന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. പൊന്നിയമ്മേ, ഞാൻ മേലെ തേച്ച് തരട്ടെ? എടി പെണ്ണ, എന്റെ പുറം ഒന്ന് തേച്ച് തരുമോ? അയ്യോ, നിങ്ങളെന്താ റൗട്ടി കഴിക്കാതെ വിളിക്കുന്നത്? ഒരു ശബദമുണ്ട്. പുരുഷന്മാരുടെ മുഷ്ക് അവസാനിപ്പിച്ചിട്ടല്ലേ മുറക്കറ്റായിരിക്കുള്ളൂ. എടീ കണ്ണജി, ചെറുകയിൽ വെള്ളം താരും. വല്ല പനിയോ ജലദോഷമോ വല്ലതും വരും, തുമ്മല് വരും. അപ്പോഴേ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാലേ, അല്ല കുളിച്ചോണ്ടിരുന്നാലേ വീട്ടിലെത്തണ്ടേ? ഏത് വീട്? ഈ താമരക്കുളം, തങ്കക്കുളം. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പൂവൊന്ന് മണപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. വരൂന്നേ. പെണ്മണിക്കോട്ടിൽ പുരുഷന്മാർക്ക് വാഴാമോ? ഇല്ല. അതാ അവിടെ ഒരാൾ ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും കഴിയുന്നു. എവിടെ? അവിടെ. എനിക്ക് ഉടനെ അവന് കലയണം. വരൂ. അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു? അവന്റെ തലയിൽ എറിഞ്ഞു കളയും. പറയും. അതാ നോക്കണം, എല്ലാം കഴിഞ്ഞ ഒരു പുരുഷൻ കിടക്കുന്നു. ദുർഗാദാസ് പെണ്ണാണ്. അല്ല, ഉഷിരുള്ള ആണ്. പണ്ടൊരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലാതെ അറയിലിട്ടിരിക്കാണ്. പറയൻ, ഈ പുരുഷനെയും ഈ കോട്ടയ്ക്കുള്ളിൽ വേണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ വെളിയിൽ തള്ളാം. പറയൻ. നേരാണ് കുഞ്ഞമ്മേ, എണ്ണയും തീയും അടുത്തടുത്ത് വേണ്ട. എന്തോന്നാ ഒരു ദുർഗന്ധം? കുഞ്ഞിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിൽ നിന്നാണ് ഈ ദുർഗന്ധം എല്ലാം വരുന്നത്. അതഴിച്ചെന്റെ മോളുടെ കൈ കൊടുക്കാമെങ്കിൽ അവള് ശുദ്ധമായിട്ട് കഴുകി ശരിപ്പെടുത്തിട്ട്. തള്ളക്കെങ്കിലും ഒരു അലിവ് തോന്നിയല്ലോ. ചേട്ടാ, ആ കഴുത്തിൽ കിടക്കുന്ന പുതിനകമാല എനിക്കൊന്ന് തരുമോ? ഉള്ളത് തന്നെ മോള് രാത്രി കിടന്നുറങ്ങുമ്പോ പിച്ചിമ്പയും പറച്ചിലും രാപ്പനിയും ഒക്കെ ഉണ്ട്. പുരുഷന്മാരെ കഴിച്ചിട്ടുകൊണ്ട് കിടന്നാൽ പേടിയൊക്കെ മാറും. വസ്ത്രം എല്ലാം അഴിച്ചു തരണം. അങ്ങോട്ട് നോക്കാടി, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്.
ഞാൻ തന്നെ തങ്കച്ചി. അകത്ത് വരും. ദുർഗാദാസൻ വന്നു നിൽക്കുന്നു. ഈ രോഗി എന്തിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു? കഴുമരത്തിലേറുന്നതിന് മുമ്പ് ഗുരുവിനെ തൊട്ട് വന്നിച്ചിട്ട് പോകാമെന്ന് കരുതി ക്ഷമിക്കണം. നിർത്തൂ കോഴി. ഈ രോഗിയെ കൊണ്ടുപോയി കോട്ടയ്ക്ക് വെളിയിൽ കണ്ടു. അറിവ് വരാൻ അല്പം വൈകിപ്പോയി. ആ പാദങ്ങൾ തൊട്ട് തൊഴുതിട്ട് പോകാൻ ഒന്ന് അനുവദിക്കണം പൊന്നിയമ്മേ. അവസാനത്തെ ആഗ്രഹമല്ലേ, അനുവദിക്കും. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ജീവൻ രക്ഷിച്ചെന്നോ കൊടവട തന്നെന്നോ ഗുരുവാണെന്നോ? അതെ, എന്റെ ജീവൻ രക്ഷിച്ച പുരുഷൻ, എനിക്ക് പുറവ തന്ന പുരുഷൻ, എല്ലാ ആശയങ്ങളും തന്ന് ഒടുവിലെല്ലാം തിരിച്ചെടുത്ത ദുഷ്ടൻ കൊണ്ടുപോകും. ക്ഷമിക്കും പൊന്നിയമ്മേ. ആന കൊടുത്താലും ആശ കൊടുക്കരുന്നുള്ള പ്രമാണം ഞാനങ്ങ് മറന്നുപോയി. ബുദ്ധി വന്നപ്പോ ആ വെണ്ണ ഉരുകിയെന്നോ? പൊന്നിയമ്മ, ബുദ്ധി വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ വെണ്ണ ഉരുകിപ്പോയി പൊന്നിയമ്മേ. ഇല്ല, നിങ്ങളെ ഇനി ഞാൻ വിശ്വസിക്കില്ല. പൊന്നിയമ്മേ, സ്ത്രീകളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഈ അറക്കകത്തുള്ളൂ. വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. ഈ ദക്ഷിണ ഒന്ന് വച്ചോട്ടെ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഇതാ ദക്ഷിണ. കൈ നീട്ടിയാട്ടെ പൊന്നിയമ്മേ, കൈ നീട്ടിയാട്ടെ പൊന്നിയമ്മേ. ഓം ഗുരുവേ നമഃ, ഓം ഗുരുവേ നമഃ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഈ ദക്ഷിണ തന്നിട്ട് പോകാൻ മാത്രമേ ഈ ശിക്ഷന് സാധിക്കുകയുള്ളൂ. എന്നെ അനുഗ്രഹിക്കൂ പൊന്നിയമ്മേ. സ്വന്തം കണ്ണീരിൽ നീട്ടി നീട്ടി എന്നെ മാണിക്യമാക്കി മാറ്റിയ എന്റെ പൊന്നിയമ്മയെ മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. പൊന്നിയമ്മേ, 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 പൊന്നിയമ്മേ. ശിഷ്യ, ഗുരുവിന് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു. തൊഴി, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അയ്യോ വേണ്ട, അല്ലല്ല, കൊല്ലണം. പക്ഷേ ഇപ്പൊ കൊണ്ടുപോയി തടവറയിലേക്ക്. അയ്യോ വേണ്ട, അതെ, ഞാൻ പറഞ്ഞിട്ട് മതി. കൊണ്ടുപോകും. ദുഷ്ട, നടക്കും. ഇങ്ങനെയാണ് വെട്ടുന്നത്. നല്ല പയറ് പൊരിയുന്ന ഒരു വെട്ടേണ്ട പ്രായമല്ലേ. ഇത്രയും വയസ്സായെങ്കിലും എന്റെ വെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്താ അല്ലാതെ തിരുവാറ കളിക്കുന്നല്ലേ. അങ്ങനൊന്നും അല്ല വാൾപ്പായിട്ട് കേട്ടോ. എന്തുണ്ട് പേര്? ദേവദാസി. അയ്യോ, ദേവദാസി ദേവന്റെ ദാസിയില്ലേ. നമ്മൾ ഒരു ദേവന്റെയും ദാസികളാകാൻ പാടില്ല. ദേവൻ ഈശ്വരനല്ലേ? അയ്യോ, ഈശ്വരനാണെങ്കിലും പുരുഷനല്ലേ. ആണുങ്ങളായിട്ടുള്ള ഒരു ദൈവങ്ങളും നമുക്ക് വേണ്ട. ഈ കോട്ടക്കകത്ത് എന്ന് ആണുങ്ങളായിട്ടുള്ള എല്ലാ ദൈവങ്ങളുടെയും തല അരിഞ്ഞിട്ട് വരെ. ശരി തന്നെ. ഇടാൻ പറ്റി നീ ഇവിടെ പോ. അവിടെ ശരിക്കും അവളെ അരിയുന്നുണ്ടോ? ദൈവമായാലും മനുഷ്യനായാലും പുരുഷനാണോ അവൻ സ്ത്രീയെ വഞ്ചിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനെ അല്ലിറാണിയുടെ അന്തപുരത്തിൽ എത്തിച്ചതും ചതിയിലല്ലേ. അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ ദേവദാസി എന്നുള്ള പേര് മാറ്റിയിട്ടേ എത്തിട്ട് ഞാൻ നിന്നെ എന്റെ ദാസി മാറ്റാം. വേഗം വരുന്നു. കോഴികളുടെ കണ്ണിൽ പെടാതെ എന്റെ രഹസ്യം അറിയിലെത്താം. അയ്യോ, ആന മണി മുഴക്കുന്നു. അതെ അതെ, ആരാത്? കാവൽക്കാരികൾ ഉറങ്ങിയോ എന്ന് നോക്കാൻ വന്നതാണ്. പൊന്നുമേ, ശത്രുക്കളെ കണ്ടിട്ടാണല്ലോ ആന അടയാളം കുറിച്ചത്. അതെ, ശത്രുക്കൾ. അവിടെ പോയി നോക്കി വരൂ. ആരും കിടന്ന് കറങ്ങണ്ട. താണ്ട നിൽക്കുന്നു മുടിത്താഴക്കള്ളൻ.
ഞാനും എന്റെ മോളും കൂടെ ഒരു പുതിയ കാവല് നോക്കിയതാ. ശരി വരൂ. എന്നോട് ആരെയും അറിയിക്കാത്ത എന്റെ രഹസ്യതാ എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ ഇത്ര മഠേനായി പോയല്ലോ. ഈ മണിമന്ദിരത്തിലെ മഹാറാണിയെ മറന്ന് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞല്ലോ. പൊന്നിയമ്മേ, എന്താ ഇത്? തണുത്തു തളർന്ന താമരത്തണ്ട് പോലെ ആയിപ്പോയല്ലോ കയ്യെ. അതെ, ഭയം. എന്തിന്? എല്ലാ പെണ്ണുങ്ങളും അവന്റെ പുരുഷനെ വെറുത്ത് കഴിയുമ്പോൾ ഞാൻ മാത്രം. പൊന്നിയമ്മേ, എന്നാൽ ഞാൻ വീണ്ടും തടവറയിലേക്ക് പോയിക്കൊള്ളാം. അയ്യോ വേണ്ട, എല്ലാവർക്കും അവന്റെ പുരുഷനെ കാണാനുള്ള അനുവാദം ഞാൻ കൊടുക്കാം. പൊന്നിയമ്മയെ വിട്ടിട്ട് പുത്തൂരം വീട്ടിലേക്ക് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ. നേരാ നേരാ, ഇവിടെ കരിമ്പും അവിടെ കൽക്കണ്ടുമാണല്ലോ. ചേട്ടാ, കുതിര കോട്ടയ്ക്ക് വെളിയിൽ എത്തിക്കഴിഞ്ഞു. തങ്കക്കുടം, നമുക്ക് ഉടനെ പോകാം. ഇടാ അമ്പു, ഇതാ രഹസ്യരുടെ താക്കോൽ. നിനക്ക് എന്തെങ്കിലും അപകടം വരുമെന്ന് ഭയം തോന്നിയാൽ അത് തുറന്ന് അകത്ത് കയറി കിടന്നു. ഇതാ, ധൈര്യത്തിൽ കത്തിയും വെച്ചോളൂ. തങ്കക്കുടം, നമുക്ക് ഉടനെ പോകാം. അമ്പു, ഞങ്ങൾ പുത്തൂരം വീട്ടിൽ പോയിട്ട് ഉടനെ വന്നേക്കാം. നീ ഇന്ന് രാത്രി തന്നെ ആ കോട്ടയെ കാവലിരിക്കുന്ന ഒരു ആനയില്ലേ, ആ ആനയുടെ കയ്യില് ഒരു മണിയില്ലേ, ആ മണിക്കകത്തൊരു കിടുകാമണിയില്ലേ, അതിന്റെ നാക്ക് പിടിച്ച് ദൂരെ അറിയാം. എന്നിട്ട് വേറെ ആനയെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നില്ലേ ഒരു വിളക്ക്, ആ വിളക്ക് പിടിച്ചാൽ ചൂതി കിടക്കണം. എന്തേ കോട്ടയിൽ ശത്രുക്കൾ കടന്നു? ഇതാ നോക്കി, മണിയുടെ നാം ആരോ എടുത്തിരിക്കുന്നു. വരൂ. ഞാൻ തുളുനാട്ടിൽ നിന്നും വരുന്ന വഴി എന്നെപ്പോലെ ഒരാളെ കണ്ടു. നിന്നെപ്പോലെയോ? അതെ അമ്മേ, ഒരു വ്യത്യാസമില്ല, എന്നെപ്പോലെ തന്നെ. അയാൾക്ക് ഇവിടെ ഒരു മറവുള്ളത് ഒഴിച്ചാൽ പിന്നെ ഒരു വ്യത്യാസമില്ല. എന്തൊരു അതിശയം അമ്മേ. എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിന്റെ മുറപ്പെണ്ണു കുഞ്ഞുദേവി അപ്പുറത്തുണ്ട്. കുഞ്ഞേ, കണ്ണപ്പുറം തമ്പുരാൻ എത്തിക്കഴിഞ്ഞു. എവിടെ? അവിടെ അമ്മയോടൊപ്പം ഇരുന്ന് എന്തൊക്കെയോ ചൊല്ലുന്നു. കുഞ്ഞു മുതിർന്ന പിന്നെ തമ്പുരാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഉമ്മണി, ആദ്യമായി കാണുമ്പോൾ എന്തു പറയണം? ആഹാ, ഒന്നും പറയരുത്. ഇങ്ങനെ തല കുനിഞ്ഞ് കരളിനകത്ത് തറയ്ക്കുന്ന ഒരു നോട്ടം രണ്ടുപേർക്കും കുളിര് പോരണം. തങ്കക്കുടം, എങ്ങനെയാ ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടുക? ഇവിടെ കല്യാണത്തിനുള്ള തയ്യാറെടുക്കലും കുടമുറിയും ആകെക്കൂടി ഒരു ബഹളം തന്നെ. അവിടെ പെൺമണിക്കോട്ടയിൽ ആയിക്കൊള്ളട്ടെ, അവിടെയും മതിയും മതിയറയും കൊണ്ടാണ്
കുഞ്ഞു പഠിപ്പിൽ നിന്ന് കണ്ണു പറിക്കാതെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പഠിപ്പുരയിൽ മുറപ്പെണ്ണ് കാത്തു നിൽക്കും, കൂടെ എന്റെ ഉണ്ണി ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ? എനിക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? കൊണ്ടുവന്ന് ഇതുവരെ കൊടുത്തില്ലേ? ഗോരോചന, കസ്തൂരി, കന്മദം, മാതളപ്പഴ. വെറുതെ ഓരോന്ന് പറഞ്ഞ് അവൾ ആദ്യ പിടിപ്പിക്കല്ലേ. കുഞ്ഞിദേവി, നിനക്ക് അവളെ തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണപ്പനുണ്ണി, നിനക്ക് കുട ഒരുമിച്ചേച്ചു. ഇന്നേക്ക് 15-ാം ദിവസം. ഇന്നലെ എന്റെ ജീവിത സാഫല്യം അടഞ്ഞ ദിവസമായിരുന്നു. നേരം വെളുക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ദിവസമായിരുന്നു. ഓം ഗുരുവേ നമഃ. വേഗം വരെ, തോഴികൾ വരും മുമ്പേ വേഗം വരെ. എവിടെ? എന്തിന്? പൊന്നിയമ്മ ഉറക്കത്തിൽ വന്ന സ്വപ്നവും കണ്ടതാണോ? ഓം ഗുരുവേ നമഃ. കളി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വരും. ഇന്നലെ നമ്മൾ ഭയന്ന മനസ്സുമായിട്ടാണ് ഒരുമിച്ചുറങ്ങിയത്. ഇന്ന് നമുക്ക് സുഖമായിട്ടുറങ്ങണം. എന്ത്? ഞാൻ ഇന്നലെ കൂടെ അന്തി ഉറങ്ങിയെന്നു. എവിടെ? എപ്പോ? ഞാൻ ഈ അറിയൊന്നും ഇന്നും പോയിട്ടില്ല. എന്ത്? നിങ്ങൾ സത്യമാണോ ഈ പറയുന്നത്? നിങ്ങൾ എന്റെ കൂടെ അന്തി ഉറങ്ങിയില്ലേ? ഇല്ല. നിങ്ങൾ ദക്ഷിണ തരാൻ എന്റെ അറിയിലെത്തിയില്ലേ? ഇല്ല ഇല്ല. പൊന്നമ്മേ, ചതി, കൊടുഞ്ചതി. ഒരമ്മയും 2 മക്കളുമെന്ന് ഭാവിച്ച് ഇവിടെ വന്നവർ പുരുഷന്മാരായിരുന്നു. എന്ത്? ഇതാ നോക്കി, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കത്തി. പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണി വക. പൊന്നമ്മേ, എന്താണ് കാര്യം? പറയൂ. ഒന്നും പറയണ്ട. എന്നെ വെട്ടിക്കൊല്ലും, എന്നെ വെട്ടിക്കൊല്ലും. സത്യം പറയും. നിങ്ങൾ ആരാണ്? പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചൊല്ലേന്? എനിക്കൊന്നും അറിയില്ല. എനിക്കുള്ളതെല്ലാം എന്റെ ഗുരുവാണ്. കുട്ടിയമ്മേ, ഈ പെൺമണി കോട്ടയിൽ ആണിന്റെ മായവും മന്ത്രവും ചതിയും കൊടികുത്തിക്കഴിഞ്ഞു. ഈ കോട്ടയിൽ കിടന്ന ആ മായക്കാരനെ തേടി പിടിച്ച് പകരം വീട്ടാതെ ഈ പൊന്നിയമ്മ അടങ്ങില്ല. കുട്ടിയമ്മേ, ഇതിനൊക്കെ കാരണക്കാരനായ ഈ ദ്രോഹി ആയിട്ട് കൂട്ടി. ഉമ്മണി, നീ എന്നെ ഒന്ന് സഹായിക്കണം. അതെന്താ? എന്നെ വിശ്വാസമല്ലേ? ഇല്ല തമ്പ്ര, ഇല്ല. അയ്യോ, എന്നെ തമ്പ്രാനൊന്നും പിടിക്കരുത്, എനിക്ക് നൊമ്പരമാ. കൊള്ളാം. കണ്ണപ്പനുണ്ണി തമ്പ്രാന്റെ ഉത്തരത്തോഴൻ തങ്കക്കുട എവിടെ കിടക്കുന്നു? ഈ ഉമ്മണി എവിടെ കിടക്കുന്നു? നീ എവിടാ കിടക്കുന്നേ? നിങ്ങളെല്ലാം വലിയവരാ. എനിക്ക് എന്തെങ്കിലും വന്നുപോയാ ഒരപ്പരയെ കിടക്കാനും കുഞ്ഞിനെ പാളെ ഒഴുക്കാനും എന്നെ കൊണ്ട് വയ്യ. അപ്പോ കുടമുറി കഴിയാതെ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? കുടമുറി കഴിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരത്തില്ല. അയ്യോ, അതെന്താ? എനിക്ക് അത് പേടിയാ. ആരോ വരുന്നു. എവിടുന്ന് വരുന്നു? പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയെ കാണാനെത്തി. പേര് ചന്തു. കണ്ണപ്പനുണ്ണി അടിഞ്ഞിട്ടാണ് പേരിട്ടിരിക്കുന്നത്. കണ്ണപ്പനുണ്ണി കേൾവെന്ന് പറയുന്നത്. ക്ഷമിക്കേ. കടത്തനാട്ടിൽ കൊടികുത്തി വാഴുന്ന മാമംഗലം പൊന്നി എന്ന പെണ്ണിനോടും ദുർഗാദാസ് എന്ന മർവനോടും അംഗം കുറിക്കാൻ കണ്ണപ്പനുണ്ണി ചെറുവേറെ ക്ഷണിക്കാനെത്തിയതാണ്. മാമംഗലം പൊന്നി, ദുർഗാദാസൻ. വരും വരും. ഇവിടെ ഇരിക്കുന്നു. തമ്പുരാട്ടന്മാരെ, തമ്പുരാട്ടികളെ, ഇവിടെ ആരും ഇല്ലേ? തല തുറങ്ങുന്നേ, ഇവിടെ ആരും ഇല്ലേ? വയറ് വിശക്കുന്നേ. ഇനി വരീ. അറിഞ്ഞോ വിശേഷം? ചന്തു എന്ന് പേരുള്ള ഒരു വീരനെത്തിയിരിക്കുന്നു. ചന്തു എന്തിന്? ദുർഗാദാസിനോടും പൊന്നിയമ്മയോടും അംഗം വെട്ടാൻ കണ്ണപ്പനുണ്ണിയെ തേടി. പൊന്നിയോ? ഞാനോ? ഇതിനെന്തോ ആപത്തുണ്ട്. എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, അവരെ ആ അറയിലേക്ക് മാറ്റും. ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ചെയ്യും. ഞങ്ങള് കാട്ടുപുറവന്മാരാ. ഊരു ചുറ്റി നടന്ന് മോഹലക്ഷ്ണം നോക്കി പറയുന്ന പാവങ്ങളാണേ. ഞാൻ ഈ കുടിൽ വന്ന കാര്യം നടക്കുമെന്ന് പറ. ചൊല്ലട്ടെ തമ്പുരാ. മനസ്സിന്
ഇതിനകത്തൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്. ചന്തു, ഇവ നാട് കൊള്ളാമല്ലോ. ആ, അവളെ കിട്ടാനെ കൊണ്ട് ഒരു അംഗം കുറിക്കാനല്ലേ തമ്പുരാൻ ഇവിടെ എത്തിയത്. ആ അംഗച്ചേവരെ കിട്ടുമോ കുറവാ? കിട്ടും, തല പോയത് തന്നെ. കണ്ണപ്പനുണ്ണി ചേകവർ കടലിൽ തൊഴാനിരുന്നു പോയി. വരും, നമുക്ക് അറയിലേക്ക് ഇരിക്കാം. ഉണ്ണി, ഈ കുറവിന് വല്ലതും കൊടുക്കൂ. എടാ കുറവാ, ഈ കൊച്ചമ്മയ്ക്ക് കൊടവ കൊട എന്ന് നടക്കുന്നു ചൊല്ലി. കൊടവ കൊട ഒട്ടന്നെ തന്നെ നടക്കും. നല്ല ഐശ്വര്യമുള്ള മുഖലക്ഷണാണേ. ഓ, ബൈ. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. മുഖം നോക്കി ഫലം പറയട്ടെ തമ്പുരാ. ഓഹോ, നോക്കി കുറവാ. കരി കുറവാ. കണ്ണപ്പുണ്ണി തമ്പുരാന്റെ ഫലം നീ പറഞ്ഞതോളം മതി. ഇതിനേക്കാൾ പ്രസിദ്ധ ജ്യോത്സ്യന്മാരെ പണ്ട് ഫലം പറഞ്ഞതിന്റെ സുഖവും ദുഃഖവും ഇപ്പൊ ആദ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നീ പോ. അയ്യോ തമ്പുരാക്കന്മാരെ, കാടും മലയും കടന്നു വേണം കുടിയിലെത്താൻ. നേരം ഇരുട്ടിപ്പോയി. ഞങ്ങള് ആ പൈത്തൊയത്തിനൊന്ന് കിടന്നോട്ടെ. ശരി, അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോളൂ. ആ, ശരി. ഇത് കണ്ണപ്പനുണ്ണിയാണോ? ഇത് ദുർഗാദാസനല്ലേ? ശരിയാണ് ചന്ദ്ര, അതേ മുഖം, അതേ ലക്ഷണം. ഇതിലെന്തോ ചതിയുണ്ട്. കണ്ണപ്പനുണ്ണിയും ദുർഗാദാസും ഒരാൾ തന്നെ. മാളോരം മയക്കാനുള്ള കപട വിദ്യ. ചതിയൻ. ഇന്ന് രാത്രി നമുക്ക് എങ്ങനെങ്കിലും ഈ കുടിയിൽ അന്തി ഉറക്കാം. നേരും നെറിയേടും അറിഞ്ഞിട്ട് അവന്റെ തല കൊയ്തെടുക്കണം. പിന്നീട് നേരെ പെൺമണിക്കോട്ടയ്ക്ക് പട നയിക്കും. ചതിക്ക് ചതി. കുട്ടിയമ്മേ, നമ്മുടെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നു. അതെ, ഈ സമയം പാഴാക്കരുത്. ഈ കരിമൂർക്കന്റെ വിഷം കേറി ആൺതരികളെല്ലാം പിടഞ്ഞു പിടഞ്ഞു മരിക്കണം. പെൺമണി കോട്ട പിടിക്കാൻ തുണയ്ക്ക് വന്നിരിക്കുന്നു ചതിയൻ ചന്തു. അതിന് തുണയ്ക്ക് പോകാൻ നിൽക്കുന്ന കണ്ണപ്പനുണ്ണി എന്റെ ആജന്മ ശത്രു. എന്താ ഈ രാത്രിയില്? കുഞ്ഞിദേവി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഏട്ടാ. അമ്മ പറഞ്ഞു കേട്ട അഴകിനേക്കാൾ 7 അഴകും കൂടി ഉണ്ട് എന്റെ ഏട്ടന്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. പുടവ കൊടുക്കുന്നതിന് മുമ്പ് അന്യപുരുഷന്റെ അറയിലെത്തുന്നത് നല്ലതാണ്. പുടവ വാങ്ങിയില്ലെങ്കിലും എന്റെ എല്ലാമായി ഏട്ടനല്ലേ. കുഞ്ഞൻദേവി, എന്നോട് പൊറുക്കി. കുഞ്ഞുനാളില് നിനക്ക് പുടവ തരാമെന്ന് ഏറ്റിരുന്നവനാണ് ഞാൻ. പക്ഷേങ്കില് വിധി എങ്ങനെയായി പോയി. പെൺമണിക്കോട്ടയിൽ പൊന്നിയമ്മ എന്നൊരു പെണ്ണിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവളുമായി കളിയായിട്ടൊന്ന് അടുത്തു. പിന്നെ അത് കാര്യമായി കഥയായി. ഞാൻ അവൾക്ക് മനസ്സാ പുടവ കൊടുത്തു. നീ കരയരുത്. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയും നാൾ എന്തിനെന്നെ മോഹിപ്പിച്ചു? മനം കൊടുത്ത പെണ്ണിനെ മറന്ന് ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പൊന്നിയമ്മയ്ക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഞാൻ പുടവ കൊടുക്കില്ല. ഇത് സത്യം.
ഞങ്ങളല്ല തമ്പുരാൻ, ഞങ്ങളെ പാമ്പ് അല്ലല്ല ഒരു പാമ്പ് ഇതുവഴി ഓടി. അതിന് നോക്കിയപ്പോ 2 തമ്പുരാക്കന്മാർ ഇതിനെ ഓടി. ചാതിയന്മാർ. കുഞ്ഞിദേവി, നീ കയറി അങ്ങ് അഹങ്കരിച്ചാലുണ്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകുന്നത്? കാര്യം പറയും. അള്ളപ്പനുണ്ണി, നിങ്ങൾ തമ്മിൽ വല്ല വാക്കേറ്റവും ഉണ്ടായോ? ഇല്ല മുത്തച്ഛ. എന്താ കുഞ്ഞിദേവി ഇത്? എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ പിടവ് വാങ്ങൂല. നീ എന്ത് പറഞ്ഞു? എന്റെ പൊന്നു മോനെ നിനക്ക് ഇഷ്ടമില്ലെന്നോ? വേണ്ട, എന്റെ മോന് 100 പെണ്ണിനെ കിട്ടും. നേരും നിറയുമില്ലാത്തവൾ. 5-ാം വയസ്സിലെ കൃത്യകല്യാണവും നടത്തി പുടമുറിയും തന്ന് പറഞ്ഞുറപ്പിച്ചവരെ ഒരു രാവ് 2 കൊടുത്തപ്പോൾ ഇഷ്ടമില്ലെന്ന് വന്നോ? കുഞ്ഞു വരും. മോനെ, സമാധാനപ്പെടും. നിന്റെ മനസ്സ് വേദനിച്ചാൽ മരിച്ച് എന്റെ തലയ്ക്ക് മീത് നിൽക്കുന്ന എന്റെ ആരോഗ്യന്റെ ആത്മാവാണടാ. സാരമില്ല മുത്തച്ഛ, അവളുടെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കാം. നീ പുത്തൂരം വീട്ടിലെ ആരോമൽച്ചേകരുടെ മകനാണ്. നീ പറയിൻ, സത്യം പറയിൻ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയും. അമ്മ പുത്തൂരം വീട്ടിലെ ആരോമൽച്ചേകരുടെ ഭാര്യ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെപ്പോലിരിക്കുന്ന ഒരാളെ ഒരു ദിവസം കണ്ടുവന്ന്. അയാൾ ആരാണെന്ന്? എന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടായി. പറയുന്നമ്മേ, പറയുന്നമ്മേ. പറയാം പോലെ. മലനാട്ടിലെ ആൺതളകളെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പൊന്നിയെ ഒരു പാഠം പഠിപ്പിച്ചടങ്ങൂ. കൂട്ടരെ, ഈ പെൺമണിക്കോട്ടയിൽ കടന്ന് എന്റെ നേർവങ്ങളെ എതിരിടാൻ വരുന്നവർ ആരായാലും ശരി, അവർ തിരിച്ചു പോവില്ല. നേരും നെറിയുമില്ലാത്ത കയ്യന്മാരിതാ പടയ്ക്ക് വരുന്നു. ആ ദുഷ്ടന്മാരോട് പൊരുതാൻ ശക്തി തരൂ ദേവി, ശക്തി തരൂ. ചന്തു, എന്റെ മകളുടെ കോട്ട പിടിച്ചടക്കാനാണോ നിന്റെ ഭാവം? എങ്കിൽ എന്റെ സമത്തിൽ ചവിട്ട് മാത്രമേ നിനക്കകത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. കോട്ട മാത്രമല്ല, നിന്റെ മകൾ പൊന്നിയെയും പിടിച്ചുകൊണ്ടേ ചന്തു മടങ്ങും. എന്നെയും പറഞ്ഞുവിടും, എന്നെയും പറഞ്ഞുവിടും.
നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരെ കൊല്ലാനെത്തിയ ദുർഗാദാസ്. എന്തിനീ 100 കുന്തത്തിന്റെ ശക്തിയിൽ അട്ടഹസിക്കുന്നു? ചൂണയുണ്ടെങ്കിൽ ഒരു വാൾ എന്റെ കയ്യിൽ തരൂ. നിനക്ക് വാള് തരാമടാ. ഇവിടെയുള്ള എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കും. ഇവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. എന്നെ വിടൂ, എന്നെ വിടൂ, എന്റെ പൊന്നാനെ. എന്നെ വിടൂ, എന്നെ വിടൂ. ഞാൻ പോട്ടെ. കൊല്ലട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ കലപ്പിന്റെ ചേട്ടനെ ഉടനെ വിളിച്ചോണ്ട് വരാം. ധൈര്യമായിരിക്കും. പൊന്നി, ജീവൻ വേണമെങ്കിൽ പുറത്തു വരും. കണ്ണപ്പനുടെ കരളായ പൊന്നി, സുഖമാണോ? ആണുങ്ങളെ പുല്ലാക്കിക്കൊണ്ട് കടത്തനാട് വാഴാമെന്ന് കരുതിയ മഹാറാണി, നമസ്കാരം. ഒരു പെണ്ണിനെ കീഴടക്കാൻ കാട്ടാനയോളം തടിയുള്ള വമ്പന്മാരും കുന്തക്കാരും നിരന്ന് നിന്നിട്ട് മഞ്ഞ ചിരിച്ചിരിക്കുന്നു. പൊന്നി, വീരസ്യം പറഞ്ഞ് ചാവാൻ നോക്കണ്ട. ഇനിയും നിന്നെ രക്ഷിക്കാൻ ഞാൻ വിചാരിച്ചാൽ മതി. നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെ ആര് വിചാരിച്ചാലും പൊന്നിയെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല. ഈ ചന്ത് വിചാരിക്കണം. ഇന്നു മുതൽ ഈ കോട്ടയുടെ അധിപൻ ഞാനാണ്. വെൺമണിക്കോട്ട പിടിച്ചടക്കിയത് ചന്തു തനിച്ചല്ല. തമ്പ്രാക്കന്മാർ കൽപ്പിക്കുന്നത് പോലെ ചൊല്ലിയാൽ കേൾക്കാൻ പാച്ചല കിട്ടില്ല. എനിക്ക് വേണ്ടപ്പെട്ടവനാണ് ചന്തു. പാച്ചൻ പറയുന്നതും ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. പൊന്നിയെ കൊണ്ടുപോയി ആ മരം വെട്ടിയുടെ അടുക്കൽ നിർത്തി. വല്ല ഗന്ധർവന്മാരും പുഷ്പവിമാനത്തിൽ ഇങ്ങനെ വരികയോ ദേവേന്ദ്രൻ അഹല്യെ കണ്ടതുപോലെ ഇങ്ങനെ കാണുകയോ വല്ല സ്വപ്നമായിട്ടത് മാറുകയോ അവിടെ ഞാൻ ഈ കുഞ്ഞുദേവിയുടെ മനസ്സൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞു. ഞാൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുവെന്ന്. തുടങ്ങിയല്ലോ പിണക്കം. കുഞ്ഞുദേവി, ഞാനിതാ സത്യം ചെയ്ത് പറയുന്നു. പുത്തൂരം വീട്ടിലെ ആരോമൽ ചേവരുടെ മകൻ തന്റെ മുറപ്പെണ്ണായ കുഞ്ഞുദേവിക്ക് പുടവ തരും. ഇത് സത്യം. മോനെ കള്ളപ്പനുള്ളി, എന്തിനാടാ ഈ വയസ്സുകാലത്ത് എന്നിട്ട് ആദ്യം പിടിപ്പിക്കുന്നത്? മോളെ, മുത്തച്ഛനോട് ക്ഷമിച്ചേക്ക്. മുത്തശ്ശ, ഇത് കുട്ടികളുടെ ഒരു തിരുവാതിര കളിയല്ലേ? നീയും ഞാനും ഒന്നാണെന്നുള്ള കാര്യം നീ മറന്നു. പാച്ചൻ നിന്റെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിച്ചപ്പോൾ നീ നോക്കിയിരുന്നതേ ഉള്ളൂ. പാച്ചൻ പറഞ്ഞതിലും ന്യായം ചന്തു. അംഗത്തിന് നീതിന്യായം നോക്കേണ്ട കാര്യമില്ല. പൊന്നിയും പെൺമണിക്കുട്ടിയും നമുക്ക് രണ്ടുപേർക്കും മാത്രമുള്ളതാണ്. എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യും. സത്യം. വേഗം പോയി പാച്ചന്റെ കഥ കഴിച്ചിട്ട് വാ. ശരി. പാച്ചന്റെ കഥ കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എടീ, പൊന്നിയമ്മ ഇപ്പോഴെങ്കിലും എന്റെ ഭാര്യയാകാമെന്ന് സമ്മതിച്ചാൽ മറ്റുള്ളവരെ ശരിപ്പെടുത്തുന്ന കാര്യം പാച്ചനേറ്റു. പോയി ചൊല്ലിൻ. പൊന്നിയമ്മയെ പൊങ്ങൻ ചട്ടിക്ക് തന്നെ തരാം. ഭാഗ്യവാനല്ലേ? പോയി പൊന്നിയമ്മയെടുത്ത് ഉറങ്ങി. ഈ മാവട്ടം മൂസാക്കുട്ടി ഈ പെൺമണിക്കോട്ടയുടെ സുൽത്താനാണ്. പെൺമണിക്കോട്ടയുടെ സുൽത്താനെ, വരൂ, ഒരു കാര്യം പറയാം.
ചന്തുകുട്ടി നമ്മളൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ പെൺമണിക്കോട്ട മറ്റാർക്കും കൊടുക്കണ്ട. നമുക്ക് രണ്ടാൾക്കും മാത്രം. പകുതി പെണ്ണുങ്ങൾ നിങ്ങൾക്ക്, പകുതി പെണ്ണുങ്ങൾ നമുക്ക്. പൊന്നിയമ്മ പപ്പാതി. പൊന്നിയമ്മ പപ്പാതി. പപ്പാതി. പൊന്നെ, തച്ചോളി കുഞ്ഞിച്ചന്തു ജീവിതത്തിൽ ആശിച്ചതെല്ലാം നടത്തിയിട്ടുണ്ട്. നിന്റെ കൂടെ അന്തി ഉറങ്ങാതെ തച്ചോളി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്ത്. ആ വെളിച്ചത്തിലിരുന്ന് ചന്തു അല്പം രസിക്കും. കണ്ണപ്പനുടെ കരളായ നിന്നെ കൊണ്ട് മരണഗാനം പാടിക്കും. തൊഴിമാരി, ഞാനൊന്ന് നിലച്ചു, ദൈവം മറ്റൊന്ന് വിധിച്ചു. പാടണം, ആടണം, ശരീരത്തിലുള്ള രക്തം ഒഴുകി തീരോളം ആടണം. പുരുഷന്മാരെ ധിക്കരിച്ച് നിന്നെ എല്ലാം കൊണ്ട് മരണനൃത്തം പാടിക്കും. അങ്ങെത്തിയോ എന്റെ ഉടയോനി? ചതിയുണ്ട്, തലയർക്കടിക്കുന്നു. ഒന്നും ആലോചിക്കണ്ട. എല്ലാ കാര്യങ്ങളും തങ്കക്കൂടം വിസ്തരിച്ചു പറയും. ഏട്ടൻ നേരെ പുത്തൂർ വീട്ടിലേക്ക് പോയിക്കൂടെ?
മുഹൂർത്തമായി. വേഗം പുടവ കൊട്. മുത്തശ്ശൻ എത്ര കണ്ണ് കഴുകി നോക്കിയാലും ശരി, ഈ കാണുന്ന രണ്ടും രണ്ട് തന്നെയാണ്. കണ്ണപ്പനുണ്ണി, ദുർഗാദാസ്. എന്ത് കുഞ്ഞുണ്ണൂലി, എനിക്ക് ഭ്രാന്തമാണോ? അച്ഛൻ ക്ഷമിക്കണം. പണ്ട് അച്ഛൻ ഈ കുഞ്ഞിനെ തേടി അലഞ്ഞതെല്ലാം ഓർക്കുന്നില്ലേ? എന്റെ ആരോമലിന്റെ മകൻ, തുമ്പോരാച്ചിനുണ്ടായ മകൻ, മോനെ. അതേ മുത്തച്ഛ, വിധിയെ മറികടക്കാൻ ആർക്കും കഴിയില്ല. കാവിലമ്മ കഴിഞ്ഞു, ഈ നിൽക്കുന്ന പൊന്നിയമ്മ എന്നെ ഒരു മനുഷ്യനാക്കി. കുഞ്ഞുദേവി, എന്റെ വാക്കും പടി പുത്തൂരം വീട്ടിലെ ആരോമൽ ചെയ്തതിന്റെ മകൻ, അതായത് ഈ നിൽക്കുന്ന എന്റെ ഏട്ടനായ ദുർഗാദാസൻ, മുറപ്പെണ്ണായ കുഞ്ഞുദേവിക്ക് പുടവ കൊടുത്തു കഴിയും. ഇനി കണ്ണപ്പനുണ്ണിയുടെ പുടവട കഴിഞ്ഞെങ്കിൽ എന്റെ ഉമ്മണിക്ക് തങ്കക്കുടം പുടവ കൊടുത്തേനെ.